നീ വായനയുടെ ലോകത്തേക്ക് എങ്ങനെയാണ് അങ്ങനെ ആകസ്മികമായിട്ട് വന്നു പെട്ടതാണോ? വിദ്യാർത്ഥി ജീവിതകാലം മുതൽ ഞാൻ വായനയിലുണ്ട് അത്യാവശ്യം. അത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഈ പരിഷത്തിൻ്റെ ബാലവേദിയുണ്ട്. 8ാം ക്ലാസ് മുതൽ ഞാൻ അതിൽ ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ പോകുന്നതിൻ്റെ കൂടെ അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഈ ബാലവേദിയിലെ പ്രവർത്തനം, അപ്പോൾ ഈ പരിഷത്തിൻ്റെ പല പുസ്തകങ്ങൾ ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ അതൊരു പ്രേരണയായിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രേരണക്കാലത്ത് നമ്മുടെ സീരി മാഷുണ്ട്, MK സീരി, ചിത്രകല, പ്രസാദ് മാഷനിയ. അപ്പോൾ സീരി മാഷ് ഞങ്ങളുടെ ചിത്രകല അധ്യാപകനായിരുന്നു. അപ്പോൾ മൂപ്പര് അങ്ങനെ ചിത്രം എല്ലാ ക്ലാസ്സിലും കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവ്വം വരപ്പിക്കുകയൊന്നുമില്ല, താല്പര്യരായ ആളുകളെ കൊണ്ടേ അത് ചെയ്യിക്കുള്ളൂ. അതേസമയം ആ പീരീഡ് വന്ന് പുള്ളി പുസ്തകങ്ങളെക്കുറിച്ച് പറയും, ഓരോ പുസ്തകങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ 3 മസ്കറ്റേഴ്സിൻ്റെ കഥയൊക്കെ 9ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പാവങ്ങൾ. അപ്പോൾ സാറായിരുന്നു സ്കൂൾ ലൈബ്രറിയുടെ ചാർജ്. അപ്പോൾ എനിക്ക് 9ാം ക്ലാസ്സിലെ വെക്കേഷന് മാഷ് എനിക്ക് പാവങ്ങൾ വായിക്കാൻ തന്നു. ഞാൻ 9ാം ക്ലാസ്സിലെ വെക്കേഷന് പാവങ്ങൾ വായിച്ചു. നാൽപ്പാടൻ്റെ പരിഭാഷ സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് ആയപ്പോൾ യുദ്ധവും സമാധാനത്തിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് വെർഷൻ തന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ കാലത്ത് ഈ വലിയ പുസ്തകങ്ങൾ, മഹത്തായ പുസ്തകങ്ങളുമായിട്ടുള്ളൊരു പരിചയം, അതിൻ്റെ ഒരു പ്രധാന പ്രേരണ സാറിൻ്റെ കഥ പറച്ചിൽ തന്നെയാണ്. ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും ഈ നോവലിൻ്റെ കഥ. ഒറ്റ ക്ലാസ്സിൽ മുഴുവൻ പറയില്ല, ഒരു ഭാഗം പറഞ്ഞ് നിർത്തിയിട്ട് പിന്നീട് അടുത്ത് അവർ എപ്പോഴെങ്കിലും വന്ന് ബാക്കി പറയും. അതുകൊണ്ട് നമ്മളൊരു കൊല്ലം മുഴുവൻ ചിലപ്പോൾ ഒരു നോവലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് എന്നെ കുറേ പിന്നെ സ്വാഭാവികമായിട്ടും കോളേജിൽ വന്നപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്നു.